അന്തോണിയച്ചൻ ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അന്തോണിയച്ചൻ ഇപ്രാവശ്യം റോമിന് പോയിട്ട് വന്നപ്പോൾ പാതുവായി പോയി നമുക്ക് വേണ്ടി തിരുശേഷിപ്പ് വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്നു. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് വിശ്വാസത്തിന്റെ വിശിഷ്ട ദിനങ്ങളിലേക്ക് സ്വാഗതം. 2024 ജൂൺ 15 പാറപ്പുഴ നിവാസികൾക്ക് ഒരു പുണ്യദിനമായി മാറി. പാറപ്പുഴ സെന്റ് ആന്റണീസ് കപ്പേളയിൽ തിരുശേഷിപ്പ് പ്രതിഷ്ഠയും തിരുനാളും പാറപ്പുഴ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കാരമായി പൂർത്തീകരിച്ചത്. അന്തോണിയച്ചൻ ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അന്തോണിയച്ചൻ ഇപ്രാവശ്യം റോമിന് പോയിട്ട് വന്നപ്പോൾ പാതുവായി പോയി നമുക്ക് വേണ്ടി തിരുശേഷിപ്പ് വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്നു. ഇത് ഏറ്റവും പവിത്രമായ രീതിയിൽ തന്നെ കപ്പേളയിൽ പ്രതിഷ്ഠാ ചടങ്ങിന് തുടക്കം കുറിച്ചുകൊണ്ട് ജൂൺ 12, 13, 14 തീയതികളിൽ സെന്റ് ആന്റണീസ് ത്രിദിന നൊവേനയിലും തിരുശേഷിപ്പ് പ്രതിഷ്ഠയിലും പങ്കെടുത്ത് വിശ്വാസികൾ വിശിഷ്ട പിതാക്കന്മാരുടെ മുഖ്യകാർമ്മകത്വത്തിൽ പള്ളിയിൽ നിന്നും കപ്പേളയിലേക്ക് വളരെ ആദരവോടെ എത്തിക്കുകയായിരുന്നു. പാറപ്പുഴ സെന്റ് ആന്റണീസ് കപ്പേള ഈ തിരുനാൾ കർമ്മങ്ങളും വിശിഷ്ട പ്രതിഷ്ഠയ്ക്കും ശേഷം വി അന്തോണീസിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ 2024 ജൂൺ 15 തീയതി 4 മണിക്ക് പാറപ്പുഴ സെന്റ് ആന്റണീസ് കപ്പേളയിൽ തിരുശേഷിപ്പ് പ്രതിഷ്ഠയും ആഘോഷമായ തിരുനാൾ കുർബാന കർമ്മങ്ങളും നിർവഹിച്ചത് ഫാദർ ആന്റണി പുത്തൻകുളം, മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ. തിരുനാൾ പ്രതിഷ്ഠാ സന്ദേശം ഫാദർ ജോസ് കുളത്തൂർ, കോതമംഗലം രൂപത ചാൻസലർ. നിറവേറണമേ ആവശ്യകമാം ആഹാരം. ഞങ്ങൾ കടങ്ങൾ പുറത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൽ കടവാഗ്യതയും അന്നു കരിഞ്ഞു പൊറുക്കണമേ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 49 നമുക്ക് കടവൂർ പ്രദേശത്താണ് പാറപ്പുഴയിൽ നിന്നുള്ളവരെല്ലാം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാറപ്പുഴയിൽ നിന്നുള്ള നമ്മുടെ പൂർവികരെല്ലാം കടവൂർക്കാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് പുഴ കടന്ന് പോകണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട പൗലോസ് മേക്കുന്നേലച്ചൻ ഈ പള്ളി സ്ഥാപിക്കുന്നത്. നാഗപ്പുഴക്കാരനായ അച്ഛൻ്റെ വീതത്തിലുള്ള സ്ഥലമൊക്കെ കൊടുത്ത് നമുക്ക് വേണ്ടി ഒരു പള്ളി സ്ഥാപിച്ചു. അതുപോലെ പാറപ്പുഴയുടെ മുഴുവൻ വികസനത്തിന് കാരണക്കാരനായി അച്ഛൻ മാറി. തുടർന്ന് ഇങ്ങനെ ഓരോ കാലത്തും നമ്മുടെ ഈ ഇടവകയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വന്നു. അങ്ങനെ അതിശ്രേഷ്ഠമായ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 96 96 ബഹുമാനപ്പെട്ട ഈശോ അച്ഛൻ ഇവിടെ വികാരിയായിരിക്കുന്ന കാലത്താണ് ഈ കപ്പേള സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്തോണീസിന്റെ കപ്പേള സ്ഥാപിക്കപ്പെട്ടു എന്ന് നമ്മുടെ കൊച്ചുകൂടി തോമാച്ചേട്ടൻ, എനിക്ക് ഇവരെ അറിയില്ല, പക്ഷെ ചരിത്രത്തിൽ അങ്ങനെയാണ് കാണുന്നതും. കൊച്ചുകൂടി തോമാച്ചേട്ടൻ നൽകിയ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ കപ്പേള സ്ഥാപിച്ചത്. അത്
ഏതാണ്ട് കോടിക്കുളത്തിന്റെ അതിർത്തിയാണ്. കോടിക്കുളത്തിന്റെ അതിർത്തിയും പാറപ്പുഴയുടെ അതിർത്തിയും നിലനിൽക്കുന്നിടത്ത് വിശുദ്ധ അന്തോണീസിന്റെ നാമത്തിൽ ഒരു കപ്പേള സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഞാൻ ഇവിടെ തൊട്ടടുത്ത് കോടിക്കുളം പള്ളിയിൽ കൊച്ചച്ഛനായിട്ടിരുന്നയാളാണ്. പക്ഷെ അന്നൊന്നും ഞാൻ ഈ കപ്പേള വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ ഒരു കപ്പേള ഉണ്ടായിരുന്നു. ഈ കപ്പേളയുടെ നവീകരണത്തെ കുറിച്ച് ഈ ഇടവക ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു 2023 ഉള്ള ആശയമൊക്കെ പറഞ്ഞു. ഒരു വലിയ പ്ലാനൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു ഞാൻ അടുത്ത കൂരിയ മീറ്റിങ്ങിൽ വയ്ക്കാം. കാരണം ഇടവക്കാരും നിരന്തരമായി ശല്യപ്പെടുത്തലായിരുന്നു. അതായത് ഒരു ദിവസം ഒരാൾ വിളിക്കും, ഇനി ആ നമ്പറിൽ ഞാൻ എടുത്തില്ലെങ്കിൽ അടുത്തയാൾ വിളിക്കും. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഞാനാണ് ഏതാണ്ട് തടസ്സമെന്നുള്ള ധാരണയിലാണ് നിരന്തരമായി. അത് കഴിഞ്ഞ് അവസാനം പിന്നെയും വന്നു. ഒരു സംഘം വന്നു, 2 സംഘം വന്നു, 3 സംഘം വന്നു, നിരന്തര സംഘങ്ങളായി. അപ്പൊ ഞാൻ പിന്നെ പാറപ്പുഴക്കാരെ കാണുമ്പോഴേക്കും അത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. പോലും ആരോടും ചോദിക്കുകയല്ല. ഈ കപ്പേളയ്ക്ക് വേണ്ടിയുള്ള ഇടവകയുടെ ഒരു വലിയ ആഗ്രഹം അന്ന് ബോധ്യപ്പെട്ടു. വലിയൊരു ആഗ്രഹം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് 2 വാർഡുകളൊക്കെ ഒത്തിരി തീക്ഷ്ണതയോടെ എങ്ങനെ നിൽക്കുവാന്ന് പറഞ്ഞു. അന്നേരം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അങ്ങനെ ആരുടെയും ഒരു 1-2 വാർഡുകാരന് മാത്രമായിട്ട് അത് സ്ഥാപിക്കരുത്, ഇടവകയുടെ മുഴുവൻ ഒരു പങ്കാളിത്തത്തോടു കൂടി ഇത് സ്ഥാപിക്കപ്പെടണം. പിതാവും ജനറാൾസന്മാരൊക്കെ പറഞ്ഞു. അതെല്ലാം പൂർത്തീകരിച്ച് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് നവംബറിൽ ആരംഭിച്ച ഒക്ടോബറിലെ ജപമാല റാലി ഇവിടെയാണ് സമാപിച്ചതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം നിന്റെ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. പരിശുദ്ധമാകമേ അൾത്താരേ കുർബാനയാം പ്രാതലൊരുക്കി കാത്തിരിക്കും എൻ്റെ ദൈവമേ. ജീവനും ജീവിതവും ആശയും പ്രതീക്ഷയും നീ മാത്രം. പരിശുദ്ധമാകുമീ അൾത്താരേ കുർബാനയാം പ്രാതലൊരുക്കി ദൈവമേ. ജീവനും ജീവിതവും സുപ്രസിദ്ധ
താഴുവായിലെ അന്തോണിയെ താഴിയിൽ കൃപ ചൊരിയേ. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കെ വിജയൻ.